ജാഗ്രത. വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി അടക്കം 3 പേർ അറസ്റ്റിൽ. മലയാളിയായ PA അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് പിടികൂടിയത്. നേരത്തെ കേസിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു. നാവികസേനയുടെ വിവരങ്ങൾ ചാര സംഘടനയ്ക്ക് ചോർത്തിക്കൊടുത്തു എന്നതടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നേരിടുന്നത്. ഇപ്പോൾ ഈ മലയാളി അടക്കമുള്ളവരെ കൊച്ചിയിൽ നിന്ന് പിടികൂടി. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ 3 വർഷമായി NIA അന്വേഷിക്കുന്ന ഒരു കേസാണിത്. വിശാഖപട്ടണം ചാരക്കേസ്. ഇതിലാണിപ്പോൾ മലയാളി കൂടിയായ യുവാവിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്നത്. കാർവാൽ നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്ന കർണാടക സ്വദേശികളായ ലക്ഷ്മൺ തണ്ടേൽ, അക്ഷയ് രവി നായിക് എന്നിവരെയും കൊച്ചി നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്ന കൊച്ചി സ്വദേശി PA അഭിലാഷിനെയുമാണ് ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചി നേവൽ ബേസിലെയും കാർവാർ നേവൽ ബേസിലെയും രഹസ്യ വിവരങ്ങൾ, അതായത് പ്രധാനപ്പെട്ട വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് ചോർത്തി നൽകി എന്നതായിരുന്നു ഇവർക്കെതിരായിട്ടുള്ള കേസ്. 2021 ജനുവരിയിൽ ആന്ധ്ര കൗണ്ടർ ഇന്റലിജൻസ് സെല്ല് രജിസ്റ്റർ ചെയ്ത കേസ്. പിന്നീട് 2023 NIA ഹൈദരാബാദ് കേസ് NIA ഈ കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പാക് സ്വദേശി മീർ ബലാജ് ഖാൻ, അറസ്റ്റിലായ ആകാശ് സോളങ്കി എന്നിവരെയായിരുന്നു പ്രതി ചേർത്തിരുന്നത്. 2023 ജൂലൈ 19 ഇവർക്കെതിരെ കോടതിയിൽ കുറ്റപത്രം NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 നവംബർ 6 അനുബന്ധ കുറ്റപത്രത്തിൽ മൻമോഹൻ, സുരേന്ദ്ര, ആൽവൻ എന്നിവരെയും പ്രതി ചേർത്തു. പിന്നീട് ആൽവനെ NIA അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് NIAക്ക് സംശയം തുടർന്നു. ഇതിൽ കൂടുതൽ ആളുകളുണ്ട്, ഇതിൽ വീണ്ടും അന്വേഷണം വേണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ്, അതായത് 2023 നവംബറിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിൽ പോലും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ 2 കർണാടക സ്വദേശികളെയും ഒരു മലയാളി കൂടിയായിട്ടുള്ള കൊച്ചി സ്വദേശിയെയും അഭിലാഷിനെയും കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ 5 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ 3 പേരും കൂടിയായി. അങ്ങനെ ഈ കേസിൽ ആകെ മൊത്തം 8 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒളിവിൽ കഴിയുന്ന പാക് സ്വദേശി മീർ ബലാൽ ഖാനെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്കാണ് ഇവർ ഈ രഹസ്യങ്ങളെല്ലാം ചോർത്തി നൽകിയത്. അതായത് ഇതിലെ ഈ നേവിക്കുള്ളിലെ ചില ഫോട്ടോകളടക്കം ചിത്രങ്ങളും ഒപ്പം ചില നിർണായക വിവരങ്ങളും ഇവർ പാക് ചാര സംഘടനയ്ക്ക് കൈമാറിയെന്നായിരുന്നു NIA കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീജ. ശരി നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നവമി നൽകും. വിമാനത്താവളത്തിൽ ലഗേജിന് ഭാരം കൂടിയത് ചോദിച്ചപ്പോൾ ഉള്ളിൽ ബോംബാണെന്ന് പറഞ്ഞ യാത്രക്കാരൻ അറസ്റ്റിൽ. ക്വാലാലംപൂരിലേക്ക് പോകാനെത്തിയ കോഴിക്കോട് സ്വദേശി റഷീദിനെയാണ് അറസ്റ്റ് ചെയ്തത്. നവമി, ഈ തമാശ പറയാൻ പറ്റിയൊരു കാര്യമല്ല, പ്രത്യേകിച്ച് വിമാനത്താവളത്തിൽ ബോംബ് എന്ന് പറയുന്നത്. ഇയാൾ പ്രകോപിതനായി പറഞ്ഞതാണോ അതോ തമാശയ്ക്ക് പറഞ്ഞതാണോ? എന്തായാലും പറഞ്ഞതിന്റെ ബാക്കി എന്താണ് സംഭവിച്ചത്? ശ്രീജ, നമ്മൾ പറയാറില്ല വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നൊക്കെ. എന്തായാലും അതിന് ഒരു അറസ്റ്റ് വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി 11:30 മലേഷ്യയിലേക്ക് പോകാൻ പുറപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ റഷീദിനെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് റഷീദിന്റെ കയ്യിലുണ്ടായിരുന്ന ലഗേജ്, ആ ബാഗിന് ഭാരം കൂടുതലായിരുന്നു. അങ്ങനെ ആ ഭാരം ചെക്ക് ചെയ്യാൻ നേരത്താണ് ചോദിച്ചത്, ഇതിലെന്താണ് ഇത്ര വലിയ ഭാരം, ഇതിൽ ഭാരം കൂടുതലാണല്ലോ എന്ന്. അപ്പോൾ റഷീദ് തമാശയ്ക്ക് പറഞ്ഞതാണ് ഇതിൽ ബോംബുണ്ടെന്ന്. പക്ഷേ അത് വിമാനത്താവളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ്. ഈ ബോംബെന്ന് വെറുതെ ആണെങ്കിലും തമാശയ്ക്കാണെങ്കിലും പറയുന്നത് അത് സുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് റഷീദിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും തമാശയായിട്ടാണ് ഇക്കാര്യം പറഞ്ഞതെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ഭാരം കൂടുതൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ തമാശയായിട്ട് ഇതിൽ ബോംബാണെന്ന് പറഞ്ഞെങ്കിലും റഷീദിന്റെ യാത്ര മുടങ്ങി. ഒപ്പം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി പോലീസിന് റഷീദിനെ ഉടൻ കൈമാറി.
കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. കോഴിക്കോട് ഇന്നലെ രാത്രി മലേഷ്യയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന റഷീദിനെയാണ് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തമാശയ്ക്ക് പറഞ്ഞ കാര്യമാണെങ്കിലും അത് കാര്യമായിരിക്കുകയാണ്. ശ്രീജ, എന്തായാലും തമാശ പറയാൻ പറ്റിയ സ്ഥലമല്ല വിമാനത്താവളം. അതും തമാശ പറയാൻ പറ്റിയ കാര്യമേ അല്ല ബോംബ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ ഒരു തെളിവായിരിക്കട്ടെ ഈ വാർത്ത. മറ്റു വാർത്തകൾ നോക്കാം. കൈക്കൂലി കേസിൽ എറണാകുളം RTO അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. RTO TM ജേഴ്സൺ മുൻപും കൈക്കൂലി വാങ്ങിയോ എന്ന് പരിശോധിക്കും. ജേഴ്സനെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ഫോർട്ട് കൊച്ചി ചെല്ലാനം ഭാഗത്തെ സ്വകാര്യ ബസ് ഉടമയിൽ നിന്ന് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ജേഴ്സൺ കൈക്കൂലി വാങ്ങിയെന്നാണ് പരാതി. താൽക്കാലിക പെർമിറ്റിന് വേണ്ടി ബസ് ഉടമയിൽ നിന്നും RTO TM ജേഴ്സൺ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇടനിലക്കാരനായ സജി, രാമപ്പടിയാർ എന്നിവരെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യവെയാണ് ജേഴ്സന്റെ പങ്കിനെക്കുറിച്ചും സൂചന ലഭിക്കുന്നത്. ജേഴ്സണുമായി ഏറെ നാളത്തെ പരിചയമുണ്ടെന്ന് ഇടനിലക്കാർ വിജിലൻസിനോട് പറഞ്ഞു. ഇവരിൽ നിന്നും പണവും മദ്യക്കുപ്പിയും പിടികൂടി. തുടർന്ന് ജേഴ്സനെ കസ്റ്റഡിയിലെടുത്ത ശേഷം RTO ഓഫീസിലും ഇയാളുടെ വീട്ടിലും വിജിലൻസ് വിശദമായി പരിശോധന നടത്തി. ആ പരിശോധനയിൽ ജേഴ്സന്റെ വീട്ടിൽ നിന്നും 60,000 രൂപയും 50ഓളം വിദേശ മദ്യ കുപ്പികളും പിടികൂടി. ജേഴ്സൺ നേരത്തെയും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അടക്കം 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പ്രാദേശിക നേതാക്കളായ ഈ പറയുന്ന ആളുകളുടെ പേര് എടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞില്ല എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ആരോപണ വിധേയർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയും ഉണ്ടായേക്കുമെന്നാണ് സൂചന. മേനംകുളം വിളയിൽക്കുളത്ത് കഴിഞ്ഞ 16-ാം തീയതി രാത്രി നടന്ന കുടുംബസംഗമത്തിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ പൂവക്കൽ സുമേഷിന് മർദ്ദനമേറ്റത്. യോഗത്തിന് നന്ദി പറഞ്ഞ സുമേഷ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ പേരെടുത്ത് പറഞ്ഞ് നന്ദി പറഞ്ഞില്ലെന്നാരോപിച്ചായിരുന്നു അസഭ്യവർഷവും മർദ്ദനവും നടത്തിയതെന്നാണ് FIRലെ പരാമർശം. തുമ്പ സ്വദേശികളും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുമായ ഷാബു, ഹാരിസൺ, പ്രകാശ് എന്നിവർക്കെതിരെയാണ് കഴക്കൂട്ടം പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തത്. BNS 115, 118, 126, 296 തുടങ്ങിയ വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മർദ്ദനത്തിൽ കൈകാലികൾക്ക് പരിക്ക് പറ്റിയ സുമേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വിശ്രമത്തിലാണ്. അതേസമയം ആരോപണ വിധേയർക്കെതിരെ പാർട്ടിതല നടപടി ആവശ്യപ്പെട്ട് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ് യുവാവ്. അതിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കയ്യേറ്റത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണ വിധേയരുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ തളിപ്പറമ്പിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. ആന്തൂർ സ്വദേശി വൈശാഖിന്റെ ഭാര്യ നിഖിതയാണ് ജീവൻ ഒടുക്കിയത്. ഭർത്താവ് വിദേശത്തുള്ള നിഖിത ആത്മഹത്യ ചെയ്യാൻ എന്താണ് കാരണം, ഭർത്തൃവീട്ടുകാർക്ക് പങ്കുണ്ടോ എന്നതൊക്കെയാണ് ഇനി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ. കാസർഗോഡ് വലിയ പറമ്പ് സ്വദേശികളായ സുനിൽ, ഗീത ദമ്പതിമാരുടെ മകൾ നിഖിതയും തളിപ്പറമ്പ് സ്വദേശി വൈശാഖും തമ്മിൽ 2024 ഏപ്രിൽ 1-നാണ് വിവാഹിതരായത്. ഭർത്താവ് വൈശാഖ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. തളിപ്പറമ്പിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥിനിയാണ് നിഖിത. വൈശാഖിന്റെ നാണിച്ചേരിയിലെ വീട്ടിലാണ് നിഖിതയെ ജീവനൊടുക്കിയ നിലയിൽ തിങ്കളാഴ്ച വൈകിട്ട് കണ്ടെത്തിയത്. മരണത്തിൽ സംശയമുണ്ടെന്ന് കാണിച്ച് നിഖിതയുടെ ബന്ധുക്കൾ തളിപ്പറമ്പ് പോലീസിൽ നൽകിയ പരാതി പ്രകാരം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം പടന്നക്കടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭർത്തൃവീട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു നിഖിത. പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അടുത്ത ദിവസം വിനോദയാത്രയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. RDOയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 കണ്ണൂർ. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയിച്ചത് മുതൽ സാമ്പത്തിക തട്ടിപ്പ് വരെ പല കാര്യങ്ങൾ, പ്രണയച്ചതി മുതൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ. കണ്ണൂർ സ്വദേശിയായ വിവാഹമോചിതയായ യുവതിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആളാണ് തട്ടിപ്പിനിരയാക്കിയത്.
വിവാഹ വാഗ്ദാനം നൽകി 25 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിൽ യുവാവ് പോലീസിന്റെ പിടിയിലായി. വടകര സ്വദേശി നജീറാണ് പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 9-ാം തീയതിയാണ് യുവതി പരാതിയുമായി തലശ്ശേരി പോലീസിനെ സമീപിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തെന്നാണ് പരാതി. കുറെ നാളുകളായി ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്തിരുന്നുവെങ്കിലും യഥാർത്ഥ ഐഡന്റിറ്റി നജീർ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇതിനിടെയാണ് ഒരുമിച്ചു ജീവിക്കാനായി സ്വർണവുമായി എത്താൻ നിർദ്ദേശിച്ചത്. പിന്നാലെ സ്വർണം കൈക്കലാക്കി നജീർ കടന്നുകളയുകയായിരുന്നു. കയ്യിലുള്ള പണവും സ്വർണവുമായി തലശ്ശേരിയിലേക്ക് എത്താനാണ് നജീർ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ആദ്യ വിവാഹം നടത്തിയിരുന്ന സമയത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളുമായാണ് യുവതി തലശ്ശേരിയിലെത്തിയത്. സ്വർണ്ണാഭരണം കയ്യിൽ കൊണ്ടുപോകുന്നത് സുരക്ഷിതമല്ലെന്നും തന്റെ സുഹൃത്ത് വരുമെന്നും നജീർ പറഞ്ഞു. സ്വർണം സുഹൃത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കാനും നജീർ നിർദ്ദേശിച്ചു. ശേഷം താൻ അറേഞ്ച് ചെയ്ത ടാക്സിയിൽ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്താൽ മതിയെന്നും നജീർ യുവതിയോട് പറഞ്ഞു. ഇത് യുവതി വിശ്വസിച്ചു. നജീറിനെ ഒരിക്കൽ പോലും യുവതി നേരിട്ട് കണ്ടിരുന്നില്ല. നജീർ പറഞ്ഞതനുസരിച്ച് സ്വർണം യുവതി കൈമാറി. ഇതിനുശേഷം ആളെയും സ്വർണവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതുമായി പ്രതി മുങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ സമാനമായ ആരോപണങ്ങളുണ്ടെന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ, ഗൂഗിൾ പേ തുടങ്ങിയ വിവരങ്ങൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയത്. നജീറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ.